ഹേ ഗൈസ്, നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല 10 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. വരൂ. ഒന്നാമത്തെ ആപ്പ് സമ്മറൈസ്. ഈ സമ്മറൈസ് എന്ന് പറഞ്ഞ ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുകയാണ്. ആ ഒരു യൂട്യൂബ് വീഡിയോനെ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് ഒരു ടെക്സ്റ്റ് ഫോം ആക്കി തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോ സമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് ആ ഒരു വീഡിയോനെ, നിങ്ങൾ ഈ കോപ്പി ചെയ്ത വീഡിയോ ഇല്ലേ, അതിനെ മൊത്തത്തിൽ ടെക്സ്റ്റ് ഫോം ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയ വീഡിയോനെ ചെറുതാക്കി ഒരു ടെക്സ്റ്റ് ഫോം ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ആ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോയിൽ ഇപ്പോൾ ഒരു ഫോണിൻ്റെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ എങ്ങനെയാണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ, അതിനകത്ത് പെർഫോമൻസ്, സൗണ്ട്, ഇങ്ങനെ ഓരോ കാറ്റഗറി പറയുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയും ഇതിനകത്ത് എഴുതി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഏതൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ 1 മണിക്കൂറുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഒരു നോട്ടായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് സേവ് ചെയ്ത് വെച്ച് പാച്ചാം. വളാക്സി AI, അതായത് പണ്ടൊരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, വാൾ ഗാലക്സി എന്നെന്തോ, അതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വളാക്സി AI എന്ന് പറഞ്ഞിട്ട് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ആപ്പിൻ്റെ അകത്ത് ലെസ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ AI ബേസ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സ് കാണാൻ പറ്റും. എല്ലാം കിടിലൻ വാൾപേപ്പേഴ്സാണ്, പറയാതിരിക്കാൻ വയ്യ. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് എൻ്റെ ഫേവറേറ്റ്. കാര്യം അതിൻ്റെ അകത്താണ് അത്യാവശ്യം മെനയുള്ള കുറച്ച് വാൾപേപ്പേഴ്സ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് അബ്സ്ട്രാക്ട്, ആമലഡ്, ആനിമൽ, ആനിമെ, കാർട്ടൂൺസ്, ബൈക്ക്, ഫ്ലവേഴ്സ്, ഗെയിംസ്, മിനിമൽ. ഇപ്പോൾ ഈ ഗെയിംസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ GTAയുടെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് PUBGയുടെ ഉണ്ട്, സൂപ്പർ മാരിയോയുടെ ഉണ്ട്. ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ, ഇതിന് ഏറ്റവും താഴെയായിട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടിലൻ ക്വാളിറ്റിയുള്ള ഡെസ്ക്ടോപ്പ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിനകത്ത് ഈ ഒരു ആപ്പ് സീരീസിനകത്ത് 2 വാൾപേപ്പർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പാണ്. അടുത്ത ആപ്പിലേക്ക് പോകാം. പിന്നെ നേരത്തെ പറഞ്ഞ ആപ്പിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വാലക്സി എന്നാണ്. ഞാൻ പിന്നെ അതിനൊരു കുറച്ചൊരു ഭംഗി കൂടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ടൈപ്പ് കീപ്പർ. ഈ ടൈപ്പ് കീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഈ ഒരു നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ടോ അതെല്ലാം പോയി സേവ് ആയി കിടക്കും. ഫോർ എക്സാമ്പിൾ, ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ ഒരുപാട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലോങ് മെസ്സേജ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പോയി സേവ് ആയി കിടക്കും. പിന്നീട് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ യൂസിന് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ ഓഫീസ് ഫോണുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ബാക്ക്ലോഗ് സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും, ഇനി കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് പോയി സേവ് ആയി കിടക്കുമെന്നും കൂടി ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം നല്ലതായിരിക്കണം. ഓക്കെ, അടുത്ത ആപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്, GCPU. ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ആപ്പിനകത്ത് കാണിക്കും. സോ എൻ്റെ കയ്യിലുള്ളത് OnePlus 12 ആണ്. അപ്പോൾ OnePlus 12ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും. മേളിലായിട്ട് OnePlus 12 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ റാം കാണാൻ പറ്റും, അതിനകത്ത് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര അവൈലബിൾ ആണെന്നുള്ളത് കാണാൻ പറ്റും, CPU എത്ര മെഗാഹെർട്സിലാണ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും, സ്റ്റോറേജ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ കോമ്പസ് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് നെറ്റ്വർക്ക്, എത്ര ബൈറ്റ്സ് അപ്ലോഡിങ്ങും എത്ര ബൈറ്റ്സ് നമുക്ക് ഡൗൺലോഡിങ്ങും ഉണ്ടെന്ന് കാണാം, സ്ക്രീനിൻ്റെ സൈസ് കാണാൻ പറ്റും. പിന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ, അതിനകത്ത് നമ്മുടെ ബാറ്ററി നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും, ആൻഡ് അതിൻ്റെ കപ്പാസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് താഴെയായിട്ടൊരു ഷീൽഡിൻ്റെ ബട്ടൺ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാത്തിൻ്റെയും അടുത്ത് തന്നെ ഒരു പച്ച കളർ ടിക്ക് കാണിക്കും. ഇതിനകത്ത് എവിടെയെങ്കിലും ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മൾട്ടി ടച്ചിൽ എൻ്റെ ഫോണിൻ്റെ അകത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സത്യം, അതെ, OnePlus 12ൻ്റെ അകത്ത് മൾട്ടി ടച്ചിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനൊരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു മൾട്ടി ടച്ച് ഇഷ്യൂ മാറിയത്. ആക്ച്വലി 2 വിരൽ മാത്രമേ മൾട്ടി ടച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 വിരലൊന്നും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഫംവെയർ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അത് ശരിയായി. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേയിൽ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് റെസൊല്യൂഷൻ കാണിക്കും, ഡെൻസിറ്റി കാണിക്കും, ഡോൾബി വിഷനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ, ക്രോപ്പ് ഫാക്ടർ, അതായത് നമുക്ക് ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാണിക്കും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി.
അടുത്ത ആപ്പിലേക്ക് പോകാം, കഫെയിൻ. ഈ കഫെയിൻ എന്ന് പറഞ്ഞ ആപ്പ് കുറച്ച് ഫൺ ആപ്പാണ്, എന്നാൽ എനിക്ക് ബേസിക്കലി ചില സമയത്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. എന്താണെന്നറിയാമോ, കഫെയിൻ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ നമുക്ക് ആഡ് ചെയ്ത് ഒരു ടൈലായിട്ട് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്ര സമയത്തിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി അണഞ്ഞു പോവില്ലേ? അണഞ്ഞു പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈലില്ലേ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കഫെയിൻ ഓൺ ആവും. ഈ കഫെയിൻ ഓൺ ആയി കഴിഞ്ഞാൽ ഫോണ് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പിലേക്ക് പോവില്ല, ഫോൺ ഓണായി തന്നെ ഇരിക്കും. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ കഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് ഓഫ് ചെയ്യാം. നിങ്ങൾ ഫോണ് 1 മിനിറ്റോ എത്രയാണോ നിങ്ങൾ ടൈം വെച്ചിട്ടുള്ളത് അത് കഴിയുമ്പോൾ ഓഫ് ആവും. പണ്ടൊക്കെ ആയിരുന്നേ ഞാൻ ഈ ഫോട്ടോസിൽ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം പ്രീക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വന്നിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. ഈ പ്രീക്കൽ എന്ന് പറഞ്ഞ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോയിൽ നമുക്ക് ഓരോ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്ന ആപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഫോട്ടോസിന് ഒരു എസ്തറ്റിക് വൈബ് കൊടുക്കുന്ന ഒരു റെട്രോ വൈബ് കൊടുക്കുന്ന ഒരു ആപ്പാണ്. ബട്ട് പറയാതിരിക്കാൻ വയ്യ കിടിലൻ സാധനം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് പോവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രീമിയം അല്ലാതെ ഫ്രീ ആയിട്ട് കുറേ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഏത് ഫിൽറ്ററാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു ഫിൽറ്റർ എനേബിൾ ചെയ്യുക. ആ ഫിൽറ്റർ എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാം. ഫിൽറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് കുറേ AI ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക എസ്തെറ്റിക്ക് നമ്മുടെ ഫോട്ടോസിന് കൊണ്ടുവരും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് വെച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. ജസ്റ്റ് ട്രൈ ചെയ്തില്ല എന്ന് വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. അടുത്ത ആപ്പ് ക്യൂട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് വാൾപേപ്പർ ആപ്പ്. ഇപ്പോൾ ക്യൂട്ടോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വാൾപേപ്പേഴ്സ് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓരോ ദിവസത്തെയും സ്പെഷ്യൽ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ചോയ്സ് വാൾപേപ്പർ നമുക്ക് ആദ്യം കാണിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഞായറാഴ്ചയാണ് എടുക്കുന്നത്. ഇതാണ് എഡിറ്റേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് വാൾപേപ്പർ. അതേപോലെ കഴിഞ്ഞ ആഴ്ച ഏതൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അവിടെ കഴിഞ്ഞ 7 ദിവസം ഏതൊക്കെയാണെന്നുള്ളത് അവിടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ തൊട്ട് മുന്നുള്ള ആഴ്ച ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഇനി കാറ്റഗറി വൈസാണ് നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാറ്റഗറി പോയി കഴിഞ്ഞാൽ പാൻഡർ എന്ന് പറഞ്ഞിട്ടും ലവ്ഡ് ബൈ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടും ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, റെഡ്, ഡെപ്ത്, ഗ്രീന്, യെല്ലോ, കളർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. പേർപ്പിൾ, ലംബോഗിനിയുടെയൊക്കെ വാൾപേപ്പേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പർപ്പിൾ എടുക്കാം. ഇത് കാറ്റഗറി ചെയ്തിരിക്കുന്ന ഭയങ്കര എളുപ്പമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ തീം കാണുമല്ലോ. എനിക്ക് എൻ്റെ ഫോണിൻ്റെ അകത്ത് പൊതുവെ ഒരു വൈറ്റ് തീം പൊതുവേ ഇങ്ങനെ ആഡ് ചെയ്ത് നടക്കാനാണ്. ഇപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഫോൺ എന്ത് വാൾപേപ്പർ തരും അതാണ്. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അടുത്ത ആപ്പ് ഫിഞ്ച്. ഫിഞ്ച് എന്താണെന്നറിയാമോ? ഒരു ക്യൂട്ട് ആപ്പാണ്. എന്നാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ആപ്പാണ്. ഫിഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെറ്റിനെ കിട്ടും. ഇതൊരു പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഫിഞ്ചിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടി കിളീനെ നമുക്കൊരു പെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കിളീനെ കറക്റ്റായിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഈ കിളീനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയാമോ? സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കുറേ ടാസ്കുകൾ ഇതിനകത്ത് കാണിക്കും. ആ ടാസ്കുകളൊക്കെ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ടിക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ എത്രത്തോളം ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞിക്കിളി വളരും. ഇൻ കേസ് നിങ്ങളിത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കിളി ചത്തും പോകും. ഫോർ എക്സാമ്പിൾ, ടേക്ക് എ ഷവർ, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, മേക്ക് മൈ ബെഡ്, ലിറ്ററലി സർവൈവ് ദ ഡേ, സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ ഹോം, ഇങ്ങനെയുള്ള കുറേ ടാസ്കുകളുണ്ടാവും. ഈ ഓരോ ടാസ്കുകളും ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞിക്കിളി വലുതാവും. ആൻഡ് ഇന്നത്തെ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കളക്ട് ആവും. അത് വെച്ചിട്ട് നമുക്ക് കിളിക്ക് വീടും കിളിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും. സോ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് ഭയങ്കര ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് ഫിഞ്ച്. അടുത്ത ആപ്പ് ഇമേജ് ടൂൾ ബോക്സ്. ഈ ഒരു ഇമേജ് ടൂൾ ബോക്സ് ഇത് എന്തിന് ഞാൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ആഡ് ഇല്ലാത്ത ഒരു ആപ്പാണ്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പല സിറ്റുവേഷൻ വരും. നിങ്ങൾ ഗവൺമെൻറ് ആപ്ലിക്കേഷൻസും എല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ സൈസ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലൊന്നും പോയി വെറുതെ അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഈ ഒരു ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമേജിനെടുത്ത് റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് സൈസ് കുറയ്ക്കാനും സൈസ് കൂട്ടാനും സാധിക്കും. ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈസ് കുറയ്ക്കാൻ പറ്റും. എക്സിഫ് ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ എക്സ്റ്റൻഷനിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ JPG,
JPEG അല്ലെങ്കിൽ PNG, BMP ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട എക്സ്റ്റൻഷൻ ഏതാണോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആപ്പിൻ്റെ UIയും ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര നൈസാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഇമേജിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കുന്നതും മാത്രമല്ല നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്, ഇമേജ് സ്ട്രെച്ചനിങ് അവൈലബിൾ ആണ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ അവൈലബിൾ ആണ്, വാട്ടർമാർക്ക്, ഗ്രേഡിയൻറ്റ് ഇങ്ങനെയുള്ള കുറേ ടൂളുകളുണ്ട്. പിന്നീട് PDF എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന PDF ടൂളുകളും GIF ടൂളുകളും ഇമേജ് ടൂളുകളൊക്കെ വേറെയും ഉണ്ട്. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പാണ് റീവൈൻഡ്. ഈ റീവൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും പാട്ടുകൾ കേൾക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ 2010 ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 2010 കെഷയുടെ ടിക്ടോക്ക്, അതുപോലെ തന്നെ നീഡ് യു നൗ, അതുപോലെ തന്നെ കാലിഫോർണിയ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് കേറ്റി പെറിയുടെ പാട്ടെല്ലാം ഇറങ്ങിയ വർഷം, അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു വർഷം സോങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ന്യൂസസും അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫൺ ആയിട്ടുള്ള ആപ്പാണ്. ഈ ആപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്പ്ലോർ ചെയ്യുക. എല്ലാം ഫ്രീ ആപ്പാണ്. അടുത്തൊരു ആപ്പ് സീരീസിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, താങ്ക് യു.